ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ കുറച്ച് ചെടികൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ പനിനീരെല്ലാം ഞാനൊന്ന് മാറ്റി നടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഞാൻ വാങ്ങിയത് ഈ ചട്ടിയിലേക്കാണ് ഞാൻ ഈ പന്നീര് മാറ്റി. ഒന്ന് ഈ പന്നീരാണ് വാങ്ങിയത്. കണ്ടല്ലോ, നല്ല അടിപൊളി പന്നീർ. ഒന്നിത്. പിന്നെ ഇതാണ് വാങ്ങിയിട്ട്. ഇതാണ് കമാലിയച്ചെടി. അതിൽ ചെറിയ മൊട്ട് വരുന്നുണ്ട്. ഇതാണ്. ഇതിന് വലിയ റേറ്റാണ്. ഈ കമാലിയച്ചെടിക്ക് ഭയങ്കര റേറ്റാണ് ഗൈസ്. പിന്നെ ഒരു വെള്ളം കണ്ട. പിന്നെ നമ്മൾ ഡാലിയ കണ്ട. ഡാലിയൊക്കെ മുട്ടയിരുന്നു. ഇപ്പം അത് മെല്ലെ വിരിയുന്നുണ്ട്. കണ്ട. ഇതാണ് അടുത്ത്. പിന്നെ ഇതിൻ്റെ പേര് മറന്നുപോയി. അറിയുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ 2 കളറ് വാങ്ങിയിട്ടുണ്ട്. ഒന്നിതാണത്. ഇത് മൊട്ടുണ്ട്, വിരിഞ്ഞില്ല. ഇത് വിരിഞ്ഞിട്ടുണ്ട്. ഇത് വിരിഞ്ഞിട്ടുണ്ട് കണ്ട. പിന്നെ 2 ഓർക്കിഡുണ്ട്. ഇത് ഓർക്കിഡിന് വേണ്ടി ഒരു ചട്ടിയാണ്, കുറച്ച് ചേരി, പിന്നെ അതിലിടുന്ന ജൈവ വളം. ഈ ചെടികൾക്കെല്ലാം ഇടാനുള്ള ജൈവ വളം. ഇത് കൊക്കോ പീറ്റ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വേണം നമുക്ക് പനിനീര്. അല്ല, ഇത്രയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഇത് ഞാനൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അത് വെച്ച് നമുക്ക് കുറച്ച് മണ്ണിട്ടിട്ടില്ലേ, ആ മണ്ണിലേക്ക് കുറച്ച് വളം, ജൈവ വളം. അപ്പോൾ അത് അതിനെ മഴയൊന്നും കൊള്ളാതത്തേക്ക് വെക്കണം. ഇനി കുറച്ച് കൊക്കോ ബീറ്റും കൂടി വെക്കണം. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ പന്നീര് വാങ്ങിയിട്ട് അവർ തന്ന ആ മണ്ണുണ്ടല്ലോ, അത് നമുക്ക് കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇതിനെ നമുക്ക് ഇറക്കി വെക്കണം. ഇവര് തന്നുണ്ടല്ലോ, എന്നിട്ട് വേണം നമുക്ക് നടാൻ. അവരെ ആ മണ്ണ് നമുക്ക് നട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാകണ്ട, ഒരു വല്ലാത്ത ഇതാണ്. അത് അരിഞ്ഞ് കൂട്ടിട്ട് കുറച്ച് നേരം അതിനെ ഈ വെള്ളത്തിൽ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മളെ ചട്ടിയിലേക്ക് മാറ്റാൻ. അവർ വല്ലാത്ത മണ്ണാണ്, ഒരു ചുവന്ന സൈസ് മണ്ണ്. അപ്പോൾ ഞാൻ ഈ ചട്ടിയുടെ അടിയിൽ കുറച്ച് കരിയിൽ ഇതെല്ലാം ഇട്ടിട്ട് വരുന്നത് ഗൈസ്. ഇതാണ് ഞാൻ എടുത്ത ചട്ടി.
കരിയില ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നത്. അപ്പം ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് ഓർപ്പിച്ച് നോക്കട്ടെ. കരിയിലയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് ചെടി ഇത് മുറ്റത്തെ പുല്ലെല്ലാം പറിച്ച് അതുപോലെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതെല്ലാം കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് ഞാൻ ഇട്ടു ഇത് ഇതിൻ്റെ അകത്തേക്ക് കുഴിച്ചിടുന്നുണ്ടേ. ഇത്രയാണ് ഇപ്പം ഇതിനുള്ളത്. അപ്പം ഞാനിനി ഇതിനെ കുഴിച്ചിട്ടെ. അതറിയാൻ പാടില്ല, അതിനെ നമ്മൾ മാറ്റുന്നതാണെന്ന് അതിന് മനസ്സിലാകാൻ പാടില്ല. അങ്ങനെ വേണം അതിനെ മാറ്റാൻ. അവരെങ്കിലും കുറച്ചും കൂടി നമുക്ക് എടുത്ത് അപ്പോൾ ഇതാ നട്ടു. ഇത്തിരിയേ ഉള്ളൂ പരിപാടി. നമ്മളതായിട്ടുള്ള സ്റ്റൈലിനെ നട്ട് ഇനി തണലിന് വെക്കണം. കുറച്ചൊന്ന് വെള്ളം നനക്കണം, എന്നിട്ട് വേണം തണലിനൊക്കെ. ഇത് കൊണ്ടുപോയിട്ട് വളത്തിൽ കളയണം. കുറച്ച് വെള്ളം നനക്കട്ടെ, അത് മറന്നു. നട്ടാൽ നനക്കണം. നേരത്തെ ഒന്ന് നനച്ചതാണ്, പക്ഷെ ഇപ്പം നമ്മളെ ചെടി മാറ്റിയില്ലേ, ഒന്ന് നനക്കണം. അപ്പോൾ ഒന്ന് മാറ്റി. അപ്പോൾ ഇതാ ഗൈസ്, കണ്ടല്ലോ ഞാൻ ചട്ടിയിലേക്ക് ചെടി മാറ്റിയത്. അപ്പോൾ ഇതിനെ തണലിന് വെക്കണം. നമുക്ക് വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പോൾ നമുക്കതിനെ തണലിനോട്ട് മാറ്റി വെക്കാം. അതിലുള്ളത് നല്ല ഉഷാറാവട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെയിലിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നത്. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.